ഹലോ, ഇന്ന് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത് ഉപന്യാസ് കാ അംശ്. മന്നു ഭണ്ഡാരിയുടെ ഒരു ബണ്ടി എന്ന് പറഞ്ഞ ഒരു കഥയാണ്. ഉപന്യാസ് ഒരു ഉപന്യാസാണ്. മമ്മി ഡ്രസ്സിംഗ് ടേബിൾ के सामने बैठी तैयार हो रही थी. മമ്മി ഡ്രസ്സിംഗ് ടേബിൾ के सामने ഡ്രസ്സിംഗ് ടേബിളിന്റെ മുന്നിൽ बैठी ഇരുന്ന് तैयार हो रही थी ഇരുന്ന് റെഡി ആവുമായിരുന്നു. बंटी पीछे खड़ा चुपचाप देख रहा है. बंटी पीछे खड़ा पिन्नी നിന്ന് മിണ്ടാതെ चुपचाप साइलेंट ആയിട്ട് നോക്കുവാണ്. मम्मी जब भी कॉलेज जाने के लिए तैयार होती. मम्मी എപ്പോഴും കോളേജിൽ പോവാൻ റെഡി ആകുമ്പോ बंटी बड़े कौतूहल से देखता है. बंटी बड़े कौतूहल എന്ന് പറഞ്ഞ ഭയങ്കര ഇൻട്രസ്റ്റോടെ ഭയങ്കര ആകുലതയോടെ അവന്റെ അമ്മയെ നോക്കുന്നു. जान तो वह आज तक नहीं पाया पर उसे हमेशा लगता है. जान तो वह आज तक नहीं पाया അവന് ഇന്ന് വരെ മനസ്സിലായിട്ടില്ല, പക്ഷെ उसे हमेशा लगता है അവന് എപ്പോഴും തോന്നും कि ड्रेसिंग टेबल की इन रंग बिरंगी शीशियों में പക്ഷെ അവന് എപ്പോഴും തോന്നുന്നു कि ड्रेसिंग टेबल की इन रंग बिरंगी शीशियों में छोटी बड़ी डिब्बियों में जरूर कोई जादू है. അപ്പൊ അവന്റെ തോന്നലാണ് ഈ ഡ്രസ്സിംഗ് ടേബിളിന്റെ മുമ്പിൽ ഇരിക്കുന്ന ഈ ചെറിയ ചെറിയ കുപ്പികളും ഈ രംഗി ബിരംഗി കളർഫുൾ ഷീഷ എന്ന് പറഞ്ഞ കുപ്പിക്കകത്ത് എന്തോ വലിയൊരു മാജിക് ഉണ്ടെന്ന്. कि मम्मी इन सबको लगाने के बाद एकदम बदल जाती है. कि मम्मी ये सब लगाने के बाद एकदम बदल जाती है. അമ്മ ഇത് മേക്കപ്പ് എല്ലാം കഴിഞ്ഞ് വരുമ്പോ മാറിപ്പോകും. അപ്പൊ അതിനകത്ത് എന്തോ ഒരു മാജിക് ഉണ്ടെന്നാണ് ഈ കുഞ്ഞു കൊച്ചിന്റെ വിചാരം. ഈ കണ്ണാടിയിലെ മുമ്പിൽ ഇരുന്നിട്ട് മേക്കപ്പ് ചെയ്യുമ്പോ कम से कम बंटी को ऐसा ही लगता है कि उसकी मम्मी अब उसकी नहीं रही, कोई और ही हो गई. कम से कम बंटी को ये लगता है कि बंटी के തോന്നാൻ തുടങ്ങും അവന്റെ അമ്മയല്ല വേറെ ആരോ ആയി പോയി. पूरी तरह तैयार होकर हाथ में पर्स लेकर मम्मी ने कहा, देखो बेटा धूप में बाहर नहीं निकलना. हाँ, पूरी तरह तैयार होकर മുഴുവൻ റെഡി ആയിട്ട് हाथ में पर्स लेकर കയ്യിൽ പേഴ്സ് എടുത്തിട്ട് मम्मी ने कहा, മമ്മി പറഞ്ഞു, देखो बेटा മോനോട് അവര് പറയുവാണ്, ധൂപ് മേ बाहर नहीं निकलना. हाँ, വെളിയില് വെയിലത്ത് പുറത്തിറങ്ങരുതെന്ന്. बंटी जो खाए वही बनाना, एकदम बंटी की मर्जी का खाना, समझी. फिर ഫൂഫി को आदेश देती है. അത് കഴിഞ്ഞിട്ട് ഫൂഫി ഉണ്ട്. ഫൂഫി എന്നൊക്കെ വരുമ്പോ അവരുടെ ഹസ്ബൻഡ് പെങ്ങളോ അങ്ങനെയൊക്കെ ആയിട്ട് വരും ഫൂഫി. അപ്പൊ ഫൂഫിയോട് പറയും, ബണ്ടി ജോ ഖായ വഹി ബനാന, ബണ്ടി കഴിക്കുന്നത് മാത്രമേ അത് തന്നെ ഉണ്ടാക്കിക്കോളൂ. എക്ദം ബണ്ടിക്ക് മർസി കാ ഖാന, സംജി. എക്ദം ബണ്ടിക്ക് മർസി കാ ഖാന, ബണ്ടിക്ക് ഇഷ്ടമുള്ള ആഹാരം മാത്രം ഉണ്ടാക്കാൻ പറ്റും. മനസ്സിലായോ ചോദിക്കും. സംജി എന്ന് പറയുമ്പോ ഹിന്ദിയിലെ ഒരു ടോണാണ്, മനസ്സിലായോ എന്ന്. ചലനെ സെ പഹലെ മമ്മീനെ ഉസ്കാ ഗാൽ തപ്തപായ. ചലനെ സെ പഹലെ ഇറങ്ങുന്നേക്കാൾ മുമ്പ് मम्मी ने उसका गाल थपथपाया. अरे कवड़त इങ്ങനെ ഒന്ന് തലോടി കൊടുത്തു. बालों में उंगलियां फंसाकर बड़े प्यार से बाल झिझोड़ दी. തലയെ കൂടെ ഇങ്ങനെ കൈ വിരലുകളെല്ലാം അങ്ങനെ കൊണ്ടുപോയി കവളത്ത് ചെറുതി ഒരു ഇങ്ങനെ ഒന്ന് തൊട്ടിട്ട് അവനെ സ്നേഹിച്ചു. पर बंटी जैसा बुत बना खड़ा रहा. പക്ഷെ ബണ്ടി അവൻ ഒരു എന്താ പറയുന്നതിന് ഒരു റിയാക്ഷനും ഇല്ലാത്ത പോലെ അവിടെ ഇങ്ങനെ ഒരു स्टैच्यू പോലെ നിൽക്കുമായിരുന്നു. बुत बना खड़ा रहा. बुत मीन स्टैच्यू. बाह पकड़कर झूला नहीं, किसी चीज की फरमाइश नहीं की. അവന്റെ അമ്മയുടെ മേത്ത് ഇങ്ങനെ കളിക്കാനും പോയില്ല, കയ്യെ തൂങ്ങിയിട്ട് ഇങ്ങനെ ജൂല പോലെ ഇങ്ങനെ ഊഞ്ഞാലാടാനും നോക്കിയില്ല, ഒരു കാര്യങ്ങൾ വേണമെന്ന് പറഞ്ഞില്ല. മമ്മീനെ ഖീച്ച്കർ ഉസെ അപ്നെ പാസ് സട്ടാലിയ. അത് കഴിഞ്ഞ് അവന്റെ അമ്മ അവനെ വലിച്ച് അടുത്തേക്ക് കൊണ്ടുപോയി. पर एकदम चिपक कर भी बंटी को लगा जैसे मम्मी उससे बहुत दूर है. पर കെട്ടിപ്പിടിച്ചിട്ട് അവന് തോന്നിയില്ല അവന്റെ അമ്മയാണ്. അവന് തോന്നി അവന്റെ അമ്മ കുറെ ദൂരാണ്. और फिर से वह सचमुच ही दूर हो गई. और फिर वे सचमुच ही दूर हुई. അത് കഴിഞ്ഞിട്ട് ഇവരെ അമ്മ കോളേജിലേക്ക് പോയി. അപ്പൊ ശരിക്കും ദൂരെ ആയിരുന്നു. उसकी चप्पल की खटपट पर बरामदे की सीढ़ियां पर पहुंची तो बंटी कमरे के दरवाजे पर आकर खड़ा. उनकी चप्पल की खटपट, ഈ ചെരുപ്പിന്റെ ഒച്ച കേട്ടപ്പോ വരാന്തയുടെ ഈ ചവിട്ടുപടി, വരാന്തയ്ക്ക് സീഡിയോ, അപ്പൊ വരാന്തയുടെ ചവിട്ടുപടി കയറിയിട്ടായിരിക്കും വരുന്നത് പോകുന്നത്. അപ്പൊ ഈ ചവിട്ടുപടിയെ എത്തിയപ്പോഴാണ് ഇവൻ ഓടി ചെന്ന് വാതിലിന്റെ അവിടെ ചെന്ന് നിന്നു.
आकर खड़ा हो गया। और मम्मी जब फाटक खोलकर सड़क पार करके घर के ठीक सामने बने कॉलेज में घुसी तो बंटी दौड़कर अपने घर के फाटक पर खड़ा हो गया। അപ്പൊ और मम्मी जब फाटक खोलकर सड़क पार करके ഈ ഗേറ്റ് തുറന്നു, फाटक എന്ന് പറഞ്ഞ ഗേറ്റ് തുറന്നിട്ട് സടക് പാർ കർ റോഡ് ക്രോസ് ചെയ്തിട്ട് घर के ठीक सामने വീടിന്റെ നേരെ മുമ്പിൽ ബനെ കോളേജ് മേ ബനെ വീടിന്റെ നേരെ മുമ്പിൽ ഉള്ള ഒരു കോളേജിനകത്ത് घुसी एंट्री ചെയ്തപ്പോ घुसना എന്ന് പറഞ്ഞ എൻട്രി ചെയ്യാ तो बंटी दौड़कर अपने घर के फाटक पर खड़ा हो गया। അപ്പൊ ഓടി പോയിട്ട് ഇവൻ ഇവന്റെ ഗേറ്റിന്റെ അവിടെ വന്ന് നിന്നു। सिर्फ दूर जाती हुई मम्मी को देखने के लिए, दूरे പോകുന്ന അമ്മേനെ കാണാൻ। वह जानता है, അവൻ അറിയാം मम्मी अब पीछे मुड़कर नहीं देखेगी, അവന്റെ അമ്മ ഇനി തിരിഞ്ഞു നോക്കില്ലെന്ന്। നപ്പേ തുലെ കദം रखती हुई सीधी चलती चली गई। നപ്പേ തുലെ കദം रखते हुए ഭയങ്കര ഡീസന്റ് ആയിട്ട് ഇങ്ങനെ നമ്മളിങ്ങനെ സ്റ്റെപ്സ് ഒക്കെ കറക്റ്റ് മെഷർമെന്റിലെ പോലെ ഇങ്ങനെ നടന്നു പോണ പോലെ സ്റ്റെപ്സ് ഒക്കെ എടുത്തിട്ട് मम्मी चली गई। जैसे ही अपने कमरे के सामने पहुंचेगी चपरासी सलाम ठोकता हुआ दौड़ेगा और चीख उठाएगा। അപ്പൊ ജैसे ही अपने कमरे के सामने पहुंचेगी, ഇവന്റെ അമ്മ അവരെ റൂമിന്റെ മുമ്പിലോട്ട് എത്തുമ്പോ പിയൂണ്, ചപ്പറാസി എന്ന് പറഞ്ഞ പിയൂണ് സലാം ठोकेगा, പിയൂണ് വിഷ് ചെയ്യും गुड मॉर्निंग और गुड इवनिंग എന്താ വെച്ചാ वो दौड़ेगा और चिक उठाएगा। मम्मी अंदर घुसेगी और एक बड़ी सी मेज के पीछे रखी कुर्सी पर बैठ जाएगी। മമ്മി अंदर घुसेगी, അമ്മ അകത്ത് കയറും। അത് കഴിഞ്ഞിട്ട് ഒരു വലിയൊരു മേശയുടെ പിന്നിൽ ഒരു കസേരയുണ്ട്, ഉസ് കുർസി പേ बैठ जाएगी, ആ കസേര ചെന്ന് ഇരിക്കും। ഓക്കെ, मेज पर ढेर सारी चिट्ठियां होगी। मेज पर टेबल में कुछ लेटर्स गाणु, फाइलें होगी, फाइल गाणु। उस समय तक मम्मी एकदम बदल चुकी होगी। कम से कम बंटी को उस कुर्सी पर बैठी मम्मी कभी अच्छी नहीं लगी। ആ സമയമാകുമ്പോഴേക്കും പുള്ളിക്കാരിയുടെ നേച്ചർ ഭയങ്കരമായിട്ട് മാറിക്കാണും। കം സെ കം ബണ്ടിക്കോ, അറ്റ്ലീസ്റ്റ് ബണ്ടിക്ക് അവന്റെ അമ്മേനെ ആ കസേരയിൽ ഇരുന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ അവന് ഇഷ്ടമല്ല। पहले जब कभी उसकी छुट्टी होती और मम्मी की नहीं होती, मम्मी उसे भी अपने साथ कॉलेज ले जाया करती थी। पहले जब कभी पंडो के उसकी छुट्टी होती, അവനെ അവധിയുള്ള കാലത്ത് मम्मी को नहीं होती, मम्मी की അവധി ഇല്ലാത്ത കാലത്ത് मम्मी उसे भी, मम्मी അവനെയും കൊണ്ട് കോളേജിൽ പോവായിരുന്നു। चपरासी उसे देखते ही गोद में उठाने लगता तो वहां हाथ झटक देता। चपरासी ഈ പിയൂൺ അവനെ കാണുമ്പോഴേക്ക് ഈ കൊച്ചിനെ എടുക്കാൻ വാരി വരുമ്പോ അവനത് ഇഷ്ടമല്ലായിരുന്നു। मम्मी के कमरे के एक कोने में ही उसके लिए एक छोटी सी मेज कुर्सी लगवा दी थी जिस पर बैठकर वह ड्राइंग बनाया करता। അപ്പോ ഈ അമ്മ പണ്ടൊക്കെ സ്കൂളിൽ പോകുമ്പോ ഇവനെയും കൊണ്ടുപോകായിരുന്നു। ഇവന്റെ ഹോളിഡേ ആണെങ്കിൽ ഈ അമ്മ ഇവനെയും കൊണ്ടുപോകുന്നത്। അത് കഴിഞ്ഞിട്ട് ആ റൂമിനകത്ത് ഒരു കുഞ്ഞി ടേബിളും കസേരയും വെച്ച് കൊടുക്കുമായിരുന്നു। ജിസ് पर बैठकर वह ड्राइंग करता था, അതേ ഇരുന്ന് ഇവൻ ഡ്രോയിങ് ചെയ്യുമായിരുന്നു। कमरे में कोई भी घुसता तो एक बार हंसी लपेट कर आंखों में जरूर उसे दुलरा देता। അപ്പൊ कमरे में कोई भी घुसता, റൂമിനകത്ത് ആര് കയറിയാലും एक बार ഹസി ലപ്പേട്കർ, ഒരു വശം ചിരിച്ചുകൊണ്ട് അവനെ കണ്ണിലോട്ട് നോക്കിയിട്ട് അവനൊരു ഇഷ്ടം പ്രകടിപ്പിക്കാറുണ്ട്। ഏതെങ്കിലും വേറെ ടീച്ചേഴ്സോ സ്റ്റാഫോ ആരെങ്കിലും। തബ് വഹ മമ്മി की ओर देखता, അത് കഴിഞ്ഞ് അവൻ അമ്മേനെ നോക്കും। पर उस कुर्सी पर बैठी मम्मी का चेहरा अजीब तरह से सख्त हो जाया करता था। പക്ഷെ ആ കസേര ഇരുന്ന് ഇവന്റെ അമ്മ ഭയങ്കര സഖ്ത് മീൻസ് ഭയങ്കര സ്ട്രിക്റ്റ് ആവുന്നു। लगता है मानो अपनी असली चेहरे पर कोई दूसरा चेहरा लगा दियो। അപ്പോ അവന് തോന്നുന്നത് വേറെ ഏതോ മുഖം പിടിപ്പിച്ച് മുഖത്ത് വെച്ച പോലെയാണ് അവന്റെ ഈ തോന്നലെന്ന്। ओके, मम्मी के पास जरूर एक और चेहरा है, चेहरा ही नहीं आवाज भी कैसी सख्त हो जाती है। मम्मी के पास एक और चेहरा है, അവന്റെ വിചാരം അമ്മയുടെ രണ്ട് മുഖം ഉണ്ടെന്ന്। മുഖം മാത്രമല്ല, आवाज भी सख्त हो जाती है, സൗണ്ട് വേറെ ആവും। बोलती है तो लगता है जैसे डांट रही है, അവിടെ ഒന്ന് സംസാരിക്കുമ്പോൾ ഒന്ന് വഴക്ക് പറയാന്ന്। बंटी को मम्मी बहुत ही कम डांटती है, അവനെ ഒരിക്കലും വഴക്ക് പറയാറില്ല। बहुत कम डांटती है, बस प्यार करती है। इसलिए यो सख्त चेहरा डांटती प्रिंसिपल की कुर्सी पर बैठी मम्मी उसे कभी अच्छी नहीं लगी। അത് കാരണം സിർഫ് ബസ് പ്യാർ കത്തി, അവനെ സ്നേഹിക്കാറേ ഉള്ളൂ। അത് കാരണം തന്നെ അവന് ഈ സ്ട്രിക്റ്റ് ആയ മുഖം പ്രിൻസിപ്പളിന്റെ ചെയറിൽ ഇരുന്നിട്ട് അവന് ഒരിക്കലും ഇഷ്ടപ്പെടാറില്ല। അവന്റെ അമ്മേന്റെ ആ രൂപം ഒരിക്കലും ഇഷ്ടപ്പെടാറില്ല। വഹാ ഉസ്കി और मम्मी के बीच में बहुत सारी चीजें आ जाती है, അവര് തമ്മിൽ ഭയങ്കര ഡിസ്റ്റൻസ് വരും। मम्मी का नकली चेहरा, कॉलेज की बड़ी सी बिल्डिंग, कॉलेज की ढेर सारी लड़कियां, कॉलेज के ढेर सारे काम। അപ്പോ ഈ കാര്യങ്ങളെല്ലാം അവന്റെ അമ്മയുടെ അവന്റെയും ഇൻ ബിറ്റ്വീൻ വരും എന്നാ പറയുന്നത്। കാരണം മമ്മിയുടെ വേറെ മുഖം, ആ കസേരയിൽ ഇരിക്കുമ്പോൾ സ്ട്രിക്റ്റ് മുഖം, സ്ട്രിക്റ്റ് സ്വഭാവം, കോളേജിന്റെ ബിൽഡിംഗ്, കോളേജിലെ ढेर सारी लड़कियां, കോളേജിലെ കുറെ പെമ്പിള്ളേര്, कॉलेज के ढेर सारे काम, അവിടുത്തെ കുറെ പണികൾ, थोड़ी देर में बजने वाली घंटा बजाने पर होने वाली हलचल,
കുറച്ച് ഇടയ്ക്കിടയ്ക്ക് ഇന്റർവെൽ ആവുമ്പോ ഈ ബെല്ലടിക്കും. പിന്നെ ആ ബെല്ലടിക്കുമ്പോ ഒരു എന്ത് പറഞ്ഞ ഒരു ക്ലാസ് കഴിയുമ്പോ പിന്നെ കുറെ ഒച്ചമേളൊക്കെ കാണില്ലേ, അതൊന്നും അവന് ഇൻ സബ്കെ एक सिरे पर वह रहता है चुपचाप. इन सबके एक सिरे पे ഇതെല്ലാം കണ്ടറിഞ്ഞിട്ട് അവൻ ഭയങ്കര ശാന്തായിട്ട് सहमा सा और दूसरे पर मम्मी रहती है और दूसरे पर അപ്പൊ അവൻ ഭയങ്കര ശാന്തമായിട്ടായിരിക്കും, ചുപ്ചാപ്പ് सहमा से ആയിരിക്കും, ഭയങ്കര പൊലൈറ്റ് ആയിട്ട് ഒന്നും മിണ്ടാതെ ഇങ്ങനെ. किसी को आदेश देती हुई दूसरे पर मम्मी रहती है और दूसरे पर मम्मी रहती है. किसी को आदेश देती हुई किसी के साथ सलाह मशवरा करती हुई किसी को डांटती हुई. മറ്റേ വശത്തവന്റെ അമ്മ ആരെയും दूसरे पर मम्मी रहती है, ആരെയും വഴക്ക് പറയുന്നുണ്ടാവും, ആരെയും ഉപദേശിക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ ആരെയെങ്കിലും എന്തെങ്കിലും സലാ മഷവറ करती हुई എന്തെങ്കിലും കാര്യത്തിന്റെ ഡിസ്കഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവും. और इसलिए उसने कॉलेज जाना छोड़ दिया. അത് കാരണം അവൻ കോളേജിൽ പോയി നിർത്തി അവന്റെ അമ്മയുടെ കൂടെ. घर में चाहे वो अकेले रहे पर वहां नहीं जाता. വീട്ടിൽ ഒറ്റയ്ക്ക് ഇരുന്നാലും അവൻ പോവില്ല. वहां किसके पास जाएगा, അവിടെ ആരടുത്ത് പോവാനാ? मम्मी तो वहां रहती नहीं, रहती है बस एक प्रिंसिपल. इनके चारों ओर बहुत सारे काम, बहुत सारे लोग रहते हैं. അപ്പൊ മമ്മി तो वहां रहती नहीं, അമ്മയല്ല അവിടെ അവന്റെ വിചാരം അവന്റെ അമ്മയല്ല അവിടെ. അവിടെ കസേര ഇരുന്ന് കഴിഞ്ഞാൽ അതൊരു പ്രിൻസിപ്പളാണ്. പ്രിൻസിപ്പളുടെ കുറെ കാര്യങ്ങളും കുറെ മനുഷ്യരും പ്രിൻസിപ്പളുടെ അടുത്തിരിക്കുന്നത്. नहीं रहता है वो केवल बंटी. तो रहती है बस एक प्रिंसिपल जिसके चारों ओर बहुत सारे काम, बहुत सारे लोग रहते हैं. नहीं रहता है तो केवल बंटी. അപ്പൊ ബണ്ടി മാത്രം അവിടെ ഉണ്ടാവില്ല. അവരെ അമ്മ അവരെ ആ കസേരയിൽ ഇരുന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ അമ്മയുടെ കാര്യങ്ങള്, അമ്മയുടെ സ്റ്റാഫ്, അമ്മയുടെ സ്റ്റുഡൻസ്, അവിടുത്തെ പേപ്പർ വർക്ക്, ഫയൽ വർക്ക് ഇതെല്ലാം ഉണ്ടാവും. പക്ഷെ അമ്മയ്ക്ക് ബണ്ടിയെ മാത്രം ശ്രദ്ധിക്കാൻ നേരമില്ല, ശ്രദ്ധിക്കുന്നില്ല. അപ്പൊ ബണ്ടി മാത്രം അവിടെ ഇല്ല, ബാക്കി എല്ലാ ലോകത്തെ കാര്യങ്ങളും അവിടെ ഉണ്ട് എന്നാണ് ഈ കൊച്ചു പറഞ്ഞു വരുന്നത്. वहां उसके और मम्मी के बीच बहुत सारी चीजें आ जाती है. वह बंटी की अपनी दुनिया नहीं थी. इस हालात में बंटी के विचार क्या क्या हो सकते हैं लिखे. ഇത് ഒരു ഹോംവർക്കാണ് ഇതിന്റെ കൂടെ എഴുതാനുള്ളത്. നല്ലൊരു ചാപ്റ്റർ ആയിരുന്നു. ഐ ഹോപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കാണും. മന്നു ഭണ്ഡാരിയുടെ ലേഖാണ് ഇത്. ഓക്കെ, അപ്പോ ഐ ഹോപ്പ് നിങ്ങൾക്ക് ഇതെല്ലാം ഇഷ്ടപ്പെട്ടു കാണുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുന്ന. താങ്ക് യു.